പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന ഹോഞ്ചു ആകട്ടെ ഡയറക്ടറിന്റെയും ജൂൺഹോയുടെയും ഒപ്പം ഇരുന്ന് മദ്യപിച്ചതിനെ കുറിച്ചും പിന്നീട് ഹോയിങ്ങിന്റെ ഒപ്പം വീട്ടിലേക്കൊക്കെ മടങ്ങി വന്നതിനെ കുറിച്ചുമൊക്കെ ഓർക്കുകയാണ്. ഹോഞ്ചു ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് തന്നെ ഹൈജി അവളെ കാണുവാനായിട്ട് വീട്ടിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഹോയങ്ങിനെയും വൂക്കിനെയും കാണിക്കുകയാണ്. വൂക്കാകട്ടെ ഹോയങ്ങിന്റെ അങ്കിളാണ്. ഹോയങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഫുഡൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ വൂക്ക് ഇരിക്കുമ്പോഴത്തേക്കുമാണ് മുകളിലത്തെ നിലയിൽ എന്റെ ഒരു ഫ്രണ്ടൊക്കെ താമസിക്കുന്നുണ്ട്, അവളെയും കൂടി ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് ഞാൻ വിളിക്കാമെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഹോയങ് ആ മുകളിൽ താമസിക്കുന്ന വ്യക്തി ഹോഞ്ചുവാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ വിളിക്കുവാനായിട്ട് സമ്മതിക്കുന്നില്ല. ഹോയിങ്ങിന് വേണ്ടി ഒരു പാർട്ടിയൊക്കെ നടത്താമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പാർട്ടിക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നീ മദ്യപിച്ചിട്ടൊക്കെ ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ഹൈജി ചോദിക്കുമ്പോഴത്തേക്കുമാണ് അവളും ജൂൺഹോയിനെ കണ്ടിട്ടുണ്ടായിരുന്നെന്നും അവൻ കാരണമാണ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നതെന്നുമുള്ള കാര്യമൊക്കെ പറയുന്നത്. ജൂൺഹോയിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഹൈജിക്കും ഒരുപാട് ദേഷ്യമൊക്കെ തോന്നുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന രീതിക്കൊക്കെ ചുൻഹോ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവളും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നതെന്നൊക്കെ ആയിരുന്നു അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവനും അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവും. മാത്രമല്ല ബാക്കിയുള്ള ടീമിലെ ആൾക്കാര് ഡ്രിങ്ക്സ് ഒക്കെ നൽകിയപ്പോഴത്തേക്കും അതെല്ലാം തന്നെ ഞാൻ കുടിച്ചിട്ടുമുണ്ടായിരുന്നു എന്നൊക്കെ ഹോഞ്ചുവും പറയുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു ചുൻഹോ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ബുക്കൊക്കെ എഴുതിയ ആൾ തന്നെയാണ്. മാത്രമല്ല അവർ തമ്മിൽ ഇഷ്ടത്തിലൊക്കെ ആയിരുന്നു, പിന്നീട് അവൻ അവളെ തേച്ചിട്ട് പോയതാണ്. ഹോയിങ് ഇപ്പോൾ എന്തൊരു ഹാൻസം ആണെന്നൊക്കെ പറഞ്ഞ് ഹൈജി ഹോയിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും വീണ്ടും ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുന്നു. ഹോയിങ് ഒട്ടും തന്നെ ഹാൻസം അല്ല എന്നൊക്കെ പറഞ്ഞ് ഹൈജിനെ സമാധാനിപ്പിക്കുവാനായിട്ടൊക്കെ ഹോഞ്ചു നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ഹാൻസം ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളും ഇരിക്കുന്നത്. ഇതിനു മുമ്പാകട്ടെ 10 തവണയോളം അവന് ലെറ്റേഴ്സ് ഒക്കെ അവൾ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ലെറ്റേഴ്സ് കൊടുത്ത സാഹചര്യം കൂടി കാണിക്കുകയാണ്. ബോയ്സ് ടോയ്ലറ്റിന് മുമ്പിൽ വെയിറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് ഹോഞ്ചു ലെറ്റർ കൊടുത്തതിനെ കുറിച്ചും ഗ്രൗണ്ടിലൂടെ ഓടി വന്നിട്ട് വീണ്ടും ലെറ്റർ ഒക്കെ കൊടുത്ത് ഗ്രൗണ്ടിൽ തന്നെ മറിഞ്ഞ് വീണതിനെ കുറിച്ചും ലൈബ്രറിയിൽ വെച്ച് ലെറ്റർ കൊടുത്തതും എല്ലാം തന്നെ കാണിക്കുന്നു. ഈ ഒരു സമയത്തെല്ലാം തന്നെ ഇതെന്റെ ഫ്രണ്ട് ഹൈജ് തന്നിട്ടുള്ള ലെറ്റേഴ്സ് ആണെന്നൊക്കെ അവൾ പറയുന്നുമുണ്ട്. ഇത്രയേറെ ലെറ്റേഴ്സ് ഒക്കെ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒരിക്കൽ പോലും അവൻ റിപ്ലൈ ഒന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ മൊത്തത്തിലങ്ങ് മറന്ന് കളഞ്ഞേക്കുവാനൊക്കെ ഹോഞ്ചു പറയുമ്പോളാകട്ടെ എനിക്ക് അങ്ങനെ അവനെ മറക്കുവാനായിട്ടൊന്നും സാധിക്കുകയില്ല. നിന്റെ ഫസ്റ്റ് ലവ് ചുൻഹോ അല്ലേ, നിനക്ക് ചുൻഹോനെ മറക്കുവാനായിട്ട് കഴിയുമോ എന്നൊക്കെ അവൾ ചോദിക്കുന്ന സമയത്താകട്ടെ മറ്റൊരു ഐഡിയയുമായിട്ട് ഹോഞ്ചുവും എത്തുകയാണ്. അവരുടെ ആ ഒരു ലവിനെ കുറിച്ചൊക്കെ കൂടുതൽ ആൾക്കാരൊക്കെ അറിയിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന രീതിക്കൊക്കെ ഹോഞ്ചു ഇപ്പോൾ ഹുയങ്ങിന്റെ ക്ലാസ്സിലൊക്കെ വന്നിട്ട് ആ ഒരു ബോർഡിലൊക്കെ ഹുയങ്ങിനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ വെക്കുകയാണ്. അടുത്തതായിട്ട് ഹൈജി ഒരു ഫോർച്യൂൺ ടെല്ലറിനെയൊക്കെ കണ്ടതിനെ കുറിച്ച് കൂടി സംസാരിക്കുന്നുണ്ട്. ഫോർച്യൂൺ ടെല്ലർ ആകട്ടെ അവളുടെ അടുത്ത് അവൾ യുഎസിലൊക്കെ പോയി താമസിക്കുമെന്നൊക്കെ യോഗമുണ്ടെന്ന് പറഞ്ഞതിനെ കുറിച്ചും അവൾ ഓർക്കുന്നു. നീയും ജുൻഹോയും പെർഫെക്റ്റ് മാച്ചാണെന്നൊക്കെ ആ ഒരു ഫോർച്യൂൺ ടെല്ലർ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ജുൻഹോ എന്റെ അടുത്ത് തെറ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടാവുക. പിന്നെ ഞാനും എന്റെ ഇംഗ്ലീഷൊക്കെ ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ടീച്ചറായിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതിന് റീസൺ തന്നെ യുഎസിലൊക്കെ പോയി സെറ്റിൽ ആകുവാനായിട്ട് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളും ഒരുപാട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോയിങ് യുഎസിലേക്ക് തന്നെ തിരികെ പോകുമല്ലോ. അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ അവനെ സെറ്റ് ആക്കിയിട്ട് അവന്റെ കൂടെ പോകുവാനായിട്ടാണ് ഹൈജി പ്ലാൻ ചെയ്യുന്നത്. ഹോയിങ് ഇനി 3 ദിവസം മാത്രമേ നാട്ടിലൊക്കെ ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ പോലും ഹോയിങ് ആകട്ടെ ഇപ്പോൾ അങ്കിളിന്റെ അടുത്ത് മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന പെൺകുട്ടിയോട് എന്നെ ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കുവാനായിട്ട് കൊണ്ടുപോകാമോ എന്നൊക്കെ പറയാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്കിളും അതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെയാണ്, എന്നാൽ പോലും നീ ഇപ്പോൾ നിന്റെ ഫസ്റ്റ് ലവിന്റെ കൂടെയാണ് സമയമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടതെന്നാണ് അവന്റെ അടുത്തും പറയുന്നത്. പക്ഷെ അതൊക്കെ കേൾക്കുന്ന അവനാകട്ടെ കൊച്ചു കുട്ടികളെ പോലെ അങ്കിളല്ലേ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണെന്ന്, പിന്നെ ഞാനൊരു ചെറിയ സഹായം ചോദിച്ചാൽ അത് ചെയ്യുവാനായിട്ട് എന്തുകൊണ്ടാണ് അങ്കിളിന് സാധിക്കാത്തതെന്നൊക്കെ ചോദിച്ച് പിണങ്ങിയൊക്കെ പോകുന്നു. ഹോഞ്ചുവും ഹൈജിയും കൂടി ചേർന്നിട്ട് ഡേറ്റിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അങ്കിളും ഹോഞ്ചുവിനെ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളും കഴിഞ്ഞ ദിവസം ഡേറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അങ്കിളും അവള് നാളെ ഫ്രീ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളും ഡേറ്റിംഗ് ഒന്നും സെറ്റ് ആയില്ല, അതുകൊണ്ട് തന്നെ ഫ്രീ ആണെന്നുള്ള കാര്യമൊക്കെ അങ്കിളിനോടും പറയുന്നു. ഈ ഒരു സമയത്താണ് ഹൈജയുടെ സൗണ്ട് ഒക്കെ അങ്കിൾ കേൾക്കുന്നത്. അപ്പോഴാണ് അങ്കിളിന് മറ്റൊരു സംശയമൊക്കെ തോന്നുന്നത്. അത് മറ്റൊന്നും തന്നെയല്ല, ഹോയങ്ങും ഹൈജിയും ഒരേ സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്ങാനും ഹോയിങ് സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന അവന്റെ ഫസ്റ്റ് ലവ് ഹൈജി ആണോ എന്ന സംശയമായിരുന്നു അങ്കിളിനുണ്ടായിരുന്നത്. അങ്കിളും ഇന്നലെ നിനക്ക് വല്ല റീയൂണിയനും ഉണ്ടായിരുന്നോ എന്നൊക്കെ ഹൈജിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഹോയിങ് പറയുവാൻ ഉദ്ദേശിച്ച കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഫോണൊക്കെ തട്ടിപ്പറിക്കുന്നു. എന്റെ റിലേറ്റീവ് ഒക്കെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, നീയും എന്റെ റിലേറ്റീവിന്റെ കൂടെ ഈ ഒരു നാടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാമോ എന്നൊക്കെ ഹോഞ്ചുവിന്റെ അടുത്ത് അങ്കിൾ പറയുമ്പോഴത്തേക്കും ഓ, ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടിയാണോ,
എന്തായാലും ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം എന്നൊക്കെ ഹോജുവും പറയുകയാണ്. അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അങ്കിളിന്റെ അടുത്ത് അവൾ എന്റെ ഫോട്ടോ ഒക്കെ കണ്ടു എന്നല്ലേ പറഞ്ഞത്. അങ്കിൾ ഏത് ഫോട്ടോ ആണ് അവൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹോയങ്ങ ചോദിക്കുമ്പോഴത്തേക്കുമാണ് ആ ഒരു ഫോട്ടോ ഒക്കെ കാണിക്കുന്നത്. അതായത് ഹോയങ്ങ പെൺകുട്ടിയായിട്ട് വേഷം കിട്ടിയ സമയത്തുണ്ടായിരുന്ന ഒരു ഫോട്ടോ ഒക്കെ ആയിരുന്നു അത്. എന്റെ എത്രയോ ഫോട്ടോസ് ഇവിടെയുണ്ട്. എന്നിട്ടും അങ്കിൾ എന്തിനാണ് ഈ ഒരു ഫോട്ടോ തന്നെ അവളെ കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നെന്ന് ഹുയങ്ങ് ചോദിക്കുമ്പോഴാകട്ടെ അങ്കിളിന് ഇതേപോലുള്ള ഒരു പെൺകുട്ടിയൊക്കെ ജനിക്കണമെന്നാണ് ആഗ്രഹമെന്ന കാര്യമാണ് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് അങ്കിളും ഇപ്പോൾ പറയുന്നത്. ഹുയിങ് എത്രത്തോളം റൂഡായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ ഫസ്റ്റ് ലവിന്റെ കേസൊക്കെ വന്ന സമയത്താകട്ടെ എത്രത്തോളം ബുദ്ധിപരമായിട്ടാണ് അവൻ എന്നെ കൊണ്ട് തന്നെ ഒരു ഡേറ്റ് ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നാണ് അങ്കിളും ഓർക്കുന്നത്. പക്ഷെ എന്തിനായിരിക്കും ഹോഞ്ചുനെ അവന് വിളിച്ചിട്ടുണ്ടാവുക എന്നൊരു സംശയമൊക്കെ അങ്കിളുടെ ഉള്ളിലും ഉണ്ടാവുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നല്ലോ, ഹൈജി ആയിരിക്കും അവന്റെ ഫസ്റ്റ് ലവ് എന്നാണ് അങ്കിൾ വിചാരിച്ചിട്ടൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്കിളും ഇപ്പോൾ ഹൈജിക്ക് ഒരു മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. നാളെ ഹോഞ്ചു പോകുന്ന സമയത്ത് ഹോഞ്ചുവിന്റെ കൂടെ വരണമെന്നതായിരുന്നു ആ ഒരു മെസ്സേജ്. അത് കാണുമ്പോൾ ഹോഞ്ചുന് ഒരുപാട് സന്തോഷമാകുന്നു. എന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് ആ കുട്ടീനെയും കൊണ്ട് നാടൊക്കെ ചുറ്റി കാണാമെന്നൊക്കെ ഹോഞ്ചു പറയുന്നുണ്ടെങ്കിലും കുട്ടികളെയുമായിട്ട് നീ പോയാൽ മതി, എനിക്ക് വേറെ പല പ്ലാൻസും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹൈജിയും ഇരിക്കുന്നത്. പിറ്റേ ദിവസം റെഡിയായി ഹോഞ്ചു വീടിന് മുമ്പിലൊക്കെ നിൽക്കുന്ന സമയത്താകട്ടെ ഹോയങ്ങ വീടിന് വെളിയിലേക്കൊക്കെ കടന്നു വരികയാണ്. നീ എന്റെ അങ്കിളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ ഈ പെൺകുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു, അവളെ ഇങ്ങ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹോഞ്ചു നിൽക്കുന്നത്. നേരത്തെ അങ്കിളിനോട് ചോദിച്ച അതേ ചോദ്യമൊക്കെ ഹോയിങ് ഇപ്പോൾ അവളോടും ചോദിക്കുകയാണ്. എന്തിനാണ് ഈ ഫോട്ടോ ഒക്കെ നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന്. അതിന് മറുപടിയായിട്ട് അവളും എനിക്ക് ഇതേപോലത്തെ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതിനാണ് ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് അവൾ പറയുന്നത്. എന്തായാലും കൂടെയുള്ളത് ഹുയങ് ആണെന്നൊക്കെ മനസ്സിലാക്കുന്ന അവളും എന്നാൽ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവനൊന്നും നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ ഒപ്പം നാടൊക്കെ കാണിക്കുവാനായിട്ട് കൊണ്ടുപോകാമെന്നൊക്കെ സമ്മതിക്കുന്നു. എന്തായാലും ഇത് നല്ലൊരു ചാൻസ് ആണ്, ഹൈജീനെയും കൂടെ കൂടെ വിളിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ച് അവൾ ഹൈജീനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്പറൊക്കെ ബിസി ആയിരുന്നു. മാത്രമല്ല വണ്ടിയൊക്കെ ഓടിക്കുവാനായിട്ട് ഹോയിങ് അവളോട് പറയുന്നുമുണ്ട്. ഹൈജി പല മസാജ് സെന്ററിലും കോളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. ഇനി ഹോയിങ്ങിനെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടാതെയൊക്കെ ആകുമ്പോഴത്തേക്കും എന്നാൽ പിന്നെ വേറെ പ്ലാൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹോഞ്ചുന്റെ കൂടെ കൂടാമെന്നൊക്കെ വിചാരിച്ച് അവൾ ഹോഞ്ചുനെ കോൾ ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു അച്ഛനും മലയൊക്കെ കയറുവാനായിട്ട് പോകുവാൻ റെഡിയായി നിൽക്കുന്നത്. അവളോടുകൂടി വേഗം റെഡിയായി വരുവാനായിട്ടൊക്കെ അച്ഛൻ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ഹുയെങ്ങിനെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് പോകണമെന്നൊന്നും അവൾക്ക് അറിയുകയില്ല. അവളും കൊച്ചുകുട്ടിയായിരിക്കും വരിക എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു സ്ഥലമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവന്റെ അടുത്ത് പറയുമ്പോഴാകട്ടെ എന്നെ ഒരു കൊച്ചുകുട്ടിയായിട്ടൊക്കെ നീ കണ്ടാൽ മതിയെന്ന് അവൻ പറയുന്നത് കൊണ്ട് തന്നെ അവനെയും കൂട്ടിക്കൊണ്ട് അവൾ നേരെ അമ്യൂസ്മെന്റ് പാർക്കിലേക്കൊക്കെ പോകുന്നു. അങ്ങനെ ഇരിക്കെ അവരും അമ്യൂസ്മെന്റ് പാർക്കിനകത്തൊക്കെ കയറിയതിനു ശേഷം പല പല റൈഡ്സിലൊക്കെ കയറി മൊത്തത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഹൈജീനെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ടൊക്കെ അവൾ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഹൈജിയും ഫോണൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇനി ഹൈജീനെ കാണിക്കുമ്പോഴത്തേക്കും ഹൈജിയും അച്ഛനും പിന്നെ നേരത്തെ ഹോഞ്ച് ഒരാളെ ഡേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ക്യുങ്ടെക്. സോ ക്യുങ്ടെക്കും കൂടി ചേർന്നിട്ടാണ് ഈ മലമുകളിലൊക്കെ കയറുന്നത്. വളരെ ബുദ്ധിമുട്ടി മലയൊക്കെ കയറുന്നതിനിടയ്ക്കാകട്ടെ അവൾക്ക് വന്ന കോള് പോലും ശ്രദ്ധിക്കുവാനായിട്ട് അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇനി അങ്കിളും ഹുയെങ്ങിന് മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. അങ്കിളുടെ വിചാരം ഹൈജിയും അവരുടെ ഒപ്പം ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ നിനക്കും ഹൈജിക്കും സമയമൊക്കെ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുവാനായിട്ട് ഞാൻ ഹോഞ്ചുനെ കോളൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ അങ്കിളും അവന്റെ അടുത്ത് ചോദിക്കുന്നു. പക്ഷെ അവനും അതിനൊന്നും തന്നെ സമ്മതിക്കുന്നില്ല. ഇതൊക്കെ കുട്ടികൾക്കുള്ള രീതിയിലുള്ള റൈറ്റ്സ് ആണ്. ഇതിൽ നിന്നും ഒക്കെ മാറിയിട്ട് വ്യത്യസ്തമായിട്ട് മറ്റെന്തെങ്കിലും ചെയ്താലോ എന്നൊരു അഭിപ്രായത്തിലാണ് ഹുയെങ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹുയെങ്ങിനെ കൂട്ടിക്കൊണ്ട് അവളും മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോകുന്നു. അവിടെ ആകട്ടെ ഫയർ നൂഡിൽസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫോറിനേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ട വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു നൂഡിൽസ് ആണ് ഇത്. ഇതിന് ഭയങ്കര എരിവാണ്, നിനക്ക് എന്റെ അടുത്ത് പിടിച്ചു നിൽക്കാനൊന്നും സാധിക്കുകയില്ല എന്നൊക്കെ ഹോഞ്ചു പറയുന്നുണ്ടെങ്കിലും ഇതിനു മുമ്പ് സാങ്പിലെ സ്പൈസി ആയിട്ടുള്ള ഒരു ഫുഡൊക്കെ അവളുടെ വായിൽ വെച്ചു കൊടുത്ത സമയത്ത് അവൾ ഭയങ്കര എരിവാണെന്നൊക്കെ പറഞ്ഞ് ഓടി നടന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു ഹോയങ് ഓർത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എരിവുള്ള ഫുഡൊന്നും അവൾക്ക് കഴിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന അവനും നമ്മൾ രണ്ടുപേരും കൂടി മത്സരിച്ച് ഇതൊക്കെ കഴിച്ചിട്ട് ആരാണോ ഇതിൽ ജയിക്കുക അയാളുടെ ഒരു ആഗ്രഹം മറ്റേയാള് സാധിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഹുയെങ്ങും പറയുന്നു. പക്ഷെ ഹുയെങ് വിചാരിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എരിവ് കാരണം അവനും വേഗം തന്നെ വെള്ളമൊക്കെ കുടിക്കുകയാണ്.
മാത്രമല്ല നേരത്തെ സാമ്പിൾ ഫുഡ് തന്ന സമയത്ത് നിനക്കത് വളരെ എരിവായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇത് നിനക്ക് എരിവായിട്ട് തോന്നാത്തതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കുമാണ് അവൾ ശരിക്കും സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് കഴിയുമ്പോൾ മാത്രമാണ് സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒരുപാട് സ്പൈസി ആയിട്ട് അവൾക്ക് തോന്നുന്നത്. ആ ഒരു സമയത്ത് അവൾക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും ഹാൻഡിൽ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോഴാകട്ടെ ഡ്രിങ്ക്സ് ഒന്നും തന്നെ കുടിക്കാതെ നോർമലായിട്ട് അവൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്കും സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് കൂടുതൽ ഇഷ്ടമെന്നൊക്കെ അവന്റെ അടുത്തും പറയുന്നു. എന്തായാലും ഈ ഒരു ഗെയിമിൽ അവൾ വിജയിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളുടെ ഒരു ആഗ്രഹമൊക്കെ അവന് സാധിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇപ്പോൾ കൊറിയയിലെ തന്നെ പഴയൊരു സ്ഥലത്തേക്കാണ് അവരുള്ളത്. അതായത് ആ ഒരു സ്ഥലത്തുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഫോറിനേഴ്സും അല്ലെങ്കിൽ വിസിറ്റേഴ്സും ആണ്. സോ അവരെല്ലാവരും പഴയ രീതിയിലുള്ള ഡ്രസ്സും മറ്റുമൊക്കെയാണ് ധരിക്കാറ്. ഇപ്പോഴാകട്ടെ അവൾ രാജാവിന്റെ വേഷവും അവന് ജോലിക്കാരന്റെ വേഷവുമാണ് നൽകിയിട്ടുള്ളത്. അവളായിരുന്നല്ലോ ഗെയിമിൽ ജയിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സ് തന്നെ ധാരാളമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനെക്കൊണ്ട് അതെല്ലാം ഇടീപ്പിച്ചിട്ടുമുണ്ടായിരുന്നത്. അച്ഛനും മൗണ്ടന്റെ മുകളിലൂടെ യാത്ര ചെയ്തപ്പോഴത്തേക്കും അതെല്ലാം തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഇവിടെ കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ നടന്നു പോകുമ്പോഴത്തേക്കും മൊത്തത്തിൽ മടുത്തൊരവസ്ഥയിലൊക്കെ ആയിരുന്നു ഹൈജി ഉണ്ടായിരുന്നത്. അവളാകട്ടെ നടന്നു വരുന്ന സമയത്ത് ഒന്ന് വീഴുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ക്യുങ്ടേക്കും അവളെ വീഴാതെയൊക്കെ പിടിക്കുന്നു. അവളും ക്യുങ്ടേക്കിനെ റൊമാൻറ്റിക് ആയിട്ടൊക്കെയാണ് നോക്കുന്നത്. പെട്ടെന്ന് തന്നെ അവനും അവളുടെ കാലിന് എന്തെങ്കിലും പറ്റുമോന്നൊക്കെ അറിയുവാനായിട്ട് കാലൊക്കെ പിടിച്ചു നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് താനൊരു പെൺകുട്ടിയുടെ കാലൊക്കെയാണ് പിടിച്ചതെന്നൊരു തോന്നലൊക്കെ അവനും ഉണ്ടാവുന്നത്. അങ്ങനെ അവൻ പെട്ടെന്ന് അവളെ വിട്ട് കഴിയുമ്പോഴത്തേക്കും അവളും വീണ്ടും വീഴുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. എങ്കിൽ പോലും അവളാകട്ടെ പെട്ടെന്ന് അവന്റെ മുടിയിലൊക്കെ ആയിരുന്നു കയറി പിടിച്ചിട്ടുണ്ടായിരുന്നത്. നീ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കുവാനായിട്ട് പാടില്ല. എനിക്ക് ഒരു വിധത്തിലുള്ള ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അവളാകട്ടെ അവന്റെ മുടിയൊക്കെ വളരെയധികം സ്ട്രോങ് ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്നൊക്കെ പറഞ്ഞ് അതൊരു തമാശയായിട്ടൊക്കെ എടുക്കുന്നു. അച്ഛനും അവനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും അവളാകട്ടെ കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പതിയെ വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വഴിയിൽ ഇരിക്കുകയാണ്. അവളും ഫോണൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഹോഞ്ചുന്റെ മെസ്സേജസ് ആണ് ആദ്യം അവൾ കാണുന്നത്. അങ്കിളുടെ റിലേറ്റീവ് ആരാണെന്നൊക്കെ അറിയിക്കുകയാണെങ്കിൽ നീ ശരിക്കും ഞെട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം എന്നെ കോൾ ചെയ്യുവാനൊക്കെ ഹോഞ്ചു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതെന്തായാലും ഹോയിങ് ഒന്നും ആകുവാനായിട്ട് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനും ഞെട്ടുവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അടുത്ത മെസ്സേജ് ഒക്കെ തുറന്നു നോക്കുന്നു. അടുത്തതായിട്ട് ചൂൺഹോയുടെ മെസ്സേജ് ആയിരുന്നു അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിലാകട്ടെ ചൂൺഹോ വൈകിട്ട് അവളുടെ വീട്ടിലേക്കൊക്കെ വരുന്നുണ്ടെന്നായിരുന്നു മെസ്സേജ്. ചൂൺഹോ ഹോൻചുനെ ചീറ്റ് ചെയ്ത ആളാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് അതിന്റെ ഒരു ദേഷ്യമൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. നേരത്തെ ഒന്ന് നടക്കുവാൻ പോലും വയ്യാന്നൊക്കെ പറഞ്ഞിരുന്ന അവളാകട്ടെ ഇപ്പോൾ ഓടി വീട്ടിലേക്കൊക്കെ പോവുകയാണ്. ഹോൻചു ഹോയിങ്ങിനെ കൊണ്ടൊക്കെയാണ് ഫോട്ടോസ് ഒക്കെ എടുപ്പിക്കുന്നത്. അവനെടുക്കുന്ന ഫോട്ടോസിനൊക്കെ കുറ്റം പറഞ്ഞിട്ട് അവനെ കൊണ്ട് മറ്റു രീതിയിലൊക്കെ ഫോട്ടോസ് ഒക്കെ എടുപ്പിക്കുകയാണ് അവളും. അങ്ങനെ ഇരിക്കാണ് അവൾക്കൊരു കോളൊക്കെ വരുന്നത്. അവളാകട്ടെ അവളുടെ മെസ്സേജസ് ഒക്കെ കണ്ടിട്ട് ഹൈജി കോൾ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും ഫോണൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും ആയിരുന്നു ഫോണൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ജുൻഹോ ആണെന്നുള്ള കാര്യമൊക്കെ അവൾക്ക് മനസ്സിലാകുന്നത്. അവൾ അറിയാതെ തന്നെ ആ ഒരു ഫോണൊന്നും എടുക്കരുതെന്നൊക്കെ ആയിരുന്നു അവന്റെ നെയിം ഒക്കെ സേവ് ചെയ്യുന്നതിന് പകരമായിട്ട് ഹൈജി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളും അറിയാതെ പോലും ആ ഒരു ഫോണൊന്നും എടുക്കാതിരിക്കുവാനായിട്ട് ഫോൺ നേരെ ഹൂയങ്ങിന്റെ കയ്യിലേക്കൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നീട് അവർ പല പല സ്ഥലത്തൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു. ഇനി ഹൂയങ്ങിന്റെ ഫോട്ടോസും അവൾ എടുത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്താകട്ടെ അവൾ മറിഞ്ഞൊക്കെ വീഴുന്നത് കാണുമ്പോഴത്തേക്കും അവനും ചിരി വരുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ മറ്റു കാണാം. ബൈ.